ഹലോ എവ്രി വൺ, ദിസ് ഈസ് നെബു. ഇന്ന് മാർക്കറ്റ് കണ്ടമാനം ക്രാഷ് ചെയ്തൊരു ദിവസമാണ്. ഇന്നത്തെ ഡേറ്റ് 20th Jan 2026. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ സപ്പോർട്ട് ലെവലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇന്ന് നിഫ്റ്റി ആ സപ്പോർട്ട് ലെവലെല്ലാം ബ്രേക്ക് ചെയ്തു താഴെ വന്നിട്ടുണ്ട്. ഇനിയും മേജർ സപ്പോർട്ട് ലെവൽ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ടിലേക്ക് പോകാം. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഡെയിലി ചാർട്ടാണ്. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം എല്ലാ ഇൻഡൈസസും നെഗറ്റീവിലാണ്. ഓക്കെ, സെൻസെക്സ് -1.28, നിഫ്റ്റി -1.38, ബാങ്കിങ് സെക്ടർ 0.81 മൈനസിലാണ്. മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് എല്ലാം 2.5% താഴെയാണ്. ഓക്കെ, ഇന്നത്തെ ഈ വർഷം നിഫ്റ്റി 1 ഇയറിൽ റിട്ടേൺ തന്നിരിക്കുന്നത് 8.34 നിഫ്റ്റി ഈ വർഷം റിട്ടേൺ തന്നിട്ടുണ്ട്. FD-യെക്കാട്ടിലും റിട്ടേൺ തന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കറക്റ്റ് സമയത്തിന് ഇട്ടവർക്ക് മാത്രമേ ഉള്ളൂ അത് കിട്ടുന്നത്. അതല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം മൈനസിലാണ്. വീക്ക്ലി പെർഫോമൻസ്, മന്ത്ലി പെർഫോമൻസ്, 3 months, 6 months അതെല്ലാം നെഗറ്റീവിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച 2 കീ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 25452, അതേപോലെ 25321. ഓക്കെ, ഇത് രണ്ടും കുറച്ച് ദിവസങ്ങളായിട്ട് 25452 നിഫ്റ്റി വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകുന്നൊരു കണ്ടു നമ്മൾ. പക്ഷേ ഇന്ന് മിസ്റ്റർ ട്രംപ് അവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നു. അത് കേട്ട് എല്ലാ മാർക്കറ്റും ക്രാഷാകുന്നൊരു സംഭവമാണ് കാണുന്നത്. ഓക്കെ, സോ അതനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റും ആ ഒരു കാറ്റിൽ അകപ്പെട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്നു. ഇതാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നും മാർക്കറ്റിൽ നടക്കുന്നില്ല. മിസ്റ്റർ ട്രംപാണ് ഇന്നത്തെ ഇടിവിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ 2 കീ ലെവൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇന്ന് ആ 2 കീ ലെവലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു ക്യാൻഡിലാണ് വന്നേക്കുന്നത്, കണ്ടില്ലേ? അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മളിവിടെ കുറേ മൂവിങ് ആവറേജിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളോട് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാനൊന്ന് പറയാം. ഓക്കെ, ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ വൈറ്റ് ലൈന് 10-day മൂവിങ് ആവറേജ് ആണ്. ബ്ലൂ ലൈന് 30-day മൂവിങ് ആവറേജ് ആണ്. ഈ ഗ്രീൻ ഡോട്ട് പോകുന്നത് അത് 50-day മൂവിങ് ആവറേജ് ആണ്. പിന്നെ റെഡ് താഴെ ഏറ്റവും താഴെ കാണുന്നത് 200-day മൂവിങ് ആവറേജ് ആണ്. ഇന്നത്തെ ചാർട്ട് നമ്മൾ ഡെയിലി ചാർട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി 200-day മൂവിങ് ആവറേജിനെ വന്ന് റെസ്പെക്റ്റ് ചെയ്തു. അവിടെ വന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് മേളിലോട്ട് കയറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വിപ്പ് കണ്ടില്ലേ? അങ്ങ് 200-day മൂവിങ് ആവറേജിനെ വന്ന് അത് ടച്ച് ചെയ്തു, പിന്നെ തിരിച്ച് നമ്മൾ അത് മേളിലോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ അത് ഇന്നത്തെ ദിവസം ഇത് ഫുൾ 1 day ഇന്ന് ഈ 20th ജനുവരിയിലെ ക്യാൻഡിലാണ്. അപ്പം നമ്മളെ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഒരു 15 minutesൻ്റെ ക്യാൻഡിൽ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം എന്ത് സംഭവിക്കും എന്ന് നോക്കുമ്പോൾ. അപ്പം ലാസ്റ്റ് 15 minutesലാണ് മാർക്കറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് 200-day മൂവിങ് ആവറേജിനെ
ടച്ച് ചെയ്തിട്ട് മേളിലോട്ട്. അപ്പം ലാസ്റ്റ് 15 മിനിറ്റ്സിലാണ് ഒരു പുൾ ബാക്ക് നടന്നേക്കുന്നത്. ഓക്കെ, ഡെയിലി ചാർട്ടിൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഒരു പുൾ ബാക്ക് നടന്നിരിക്കുന്നത് ലാസ്റ്റ് 15 മിനിറ്റ്സിലാണ്. അതുവരെയും മാർക്കറ്റ് രാവിലെ മുതൽ അങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, വിൽ ഗോ ബാക്ക് ടു ഡെയിലി ക്യാൻഡിൽ. അപ്പോൾ ഇതാണ് ഡെയിലി ക്യാൻഡിൽ. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നു ബിഹേവിയർ ചെയ്തതെന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം വരട്ടെ, അതിനു വേണ്ടി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു വലിയൊരു റാലി നമ്മൾ കാണാം അല്ലേ. ഡേറ്റ് 4th മാർച്ച് 2025 മുതൽ 30th ജൂൺ 2025, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, 3 മാസം അല്ലെങ്കിൽ 4 മാസം. ഓക്കെ, 78 ബാർ, 78 ട്രേഡിംഗ് ഡേയ്സ്. ഓക്കെ, അല്ലെങ്കിൽ 118 ഡേയ്സ്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഹോളിഡേയും ഇൻക്ലൂഡഡ് ആണ്. 118 ഡേയ്സ് എന്ന് പറയുമ്പം ശനി, ഞായർ, പബ്ലിക് ഹോളിഡേ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വർക്കിംഗ് ഡേ വെച്ച് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വർക്ക് ചെയ്ത ദിവസം വെച്ച് നോക്കുമ്പോൾ 78 ദിവസം. ഓക്കെ, ഇവിടം വരെയും 78 ദിവസം കൊണ്ട് മാർക്കറ്റ് 16.97% റാലി തന്നു. ഓക്കെ, അപ്പോൾ ഒരു 16% റാലി തന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു ചെറിയ ഒരു ബ്രേക്ക് എടുത്തു. ഓക്കെ, വെക്കേഷന് പോയി എന്ന് പറയാം. നമ്മളൊക്കെ പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഞാനും റിട്ടയർ ആകുന്ന മുമ്പേ നമുക്കും 28 ഡേയ്സ് 32 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് വെക്കേഷനൊക്കെ ലഭിക്കുമായിരുന്നു. ഓക്കെ, അപ്പം എന്ന് പറയുന്ന പോലെ ഒരു 78 ദിവസം അല്ലെങ്കിൽ 118 ഡേയ്സ്, 118 കലണ്ടർ ഡേയ്സ് അങ്ങനെ പറയാം. ഞങ്ങളുടെ വർക്ക് ചെയ്ത സ്ഥാപനത്തൊക്കെ അങ്ങനെ ആയിരുന്നു. കലണ്ടർ ഡേയ്സ് ആൻഡ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയും. അപ്പം 78 വർക്കിംഗ് ഡേയ്സ്, 118 കലണ്ടർ ഡേയ്സ്. എനിവേ, നിഫ്റ്റി ഒരു 118 ഡേയ്സ് നല്ലൊരു റാലി തന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് -5.16% ഒന്ന് കറക്റ്റ് ചെയ്തു. ഓക്കെ, 16.97% റാലി തന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തപ്പം -5.16% ഒരു കറക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് 8th ഓഗസ്റ്റ് മുതൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ. ഓക്കെ, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ. ഇത് ഈ ഡേറ്റൂടെ നമുക്ക് നോക്കാം. ഇവിടം വരെ വന്നു ഒരു റാലി ആയിരുന്നു അല്ലേ. അപ്പം ഈ ഡേറ്റ് ഒന്ന് നോക്കാം, പരിശോധിക്കുക ഇതെന്ത് ഡേറ്റ് ആണെന്ന്. ഓക്കെ, 1st ഡിസംബർ 2025 വരെയും മാർക്കറ്റ് ഒരു റാലി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നെ മാർക്കറ്റ് മേളിലോട്ടൊന്ന് പോയിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യും. പക്ഷേ ഈ ലോയിലേക്കാട്ടിലും ഹൈ ആയിരിക്കും ഇത്. കണ്ടില്ലേ, ഇവിടുത്തെ ലോയെക്കാട്ടിലും ഹൈ ആണ് ഇവിടെ ഒന്ന് റീബൗണ്ട് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് എപ്പോഴും പോകുന്നത്, ഹൈ ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നല്ലൊരു റാലി തന്നു. ഈ റാലി 76 ഇവിടെയും കണ്ടില്ലേ, 76 ബാർസ്, 76 വർക്കിംഗ് ഡേയ്സ്, 76 ബാർസ് അല്ലെങ്കിൽ 115 കലണ്ടർ ഡേയ്സ്. ഓക്കെ, മാർക്കറ്റ് നല്ലൊരു റാലി തന്നു. ഇവിടെ 78, ഇവിടെ 76, ഓൾമോസ്റ്റ് സിമിലറാണ് അല്ലേ. എത്ര ശതമാനം കിട്ടി? 8.17% ആണ്. അപ്പം ഇവിടത്തെക്കാട്ടിലും കുറവാണ് ഇവിടെ, എന്നാലും ഡേയ്സ് സെയിം ആണ്. ഓക്കെ, 8.17% ഒരു റാലി തന്നിട്ട് മാർക്കറ്റ് സൈഡ് വേവ്സ് കുറച്ച് ദിവസം പോയി. അപ്പം ഈ ഹൈ തന്നെ വീണ്ടും വന്ന് ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു, ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു കറക്ഷനിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു കറക്ഷൻ നമ്മൾ നോക്കുമ്പം എത്ര ദിവസമാണ്? 29 ബാർസ്, 29 വർക്കിംഗ് ഡേയ്സ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇവിടുന്ന് നമ്മളൊരു 29 ഡേയ്സ് എടുക്കുവാണെങ്കിൽ
29 ഡേയ്സ് എടുക്കുവാണെങ്കിൽ അത് ഇത് 18 bars ആണ്. 29 ഓക്കെ, അങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ 29 എടുക്കുവാണെങ്കിൽ അതിൻ്റെ പോലെ 17th ഫെബ്രുവരി വരെയും ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ സംഭവിക്കാം. ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ 17th ഫെബ്രുവരി വരെ ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ സൈഡ് വേസ് പോകാം. ഓക്കെ, എൻ്റെ അസംഷൻ അവിടം വരെ ഒന്നും പോകത്തില്ല. ഫെബ്രുവരി 1 സൺഡേ നമ്മുടെ ബഡ്ജറ്റ് അവതരണമാണ്. അന്ന് സൺഡേ വർക്കിംഗ് ഡേ, നമ്മുടെ ഷെയർ മാർക്കറ്റ് വർക്കിംഗ് ഡേയും ആണെന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പം ഷെയർ മാർക്കറ്റും സൺഡേയിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവാണ്. അന്ന് കുറേ നമ്മുടെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കുറേ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും. അന്ന് മുതൽ മാർക്കറ്റ് നല്ലൊരു കയറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ സൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സെക്കൻഡ് മൺഡേയിൽ ഞാനിത് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടം വരെയും മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് 1. 2, അത് നമ്മൾ ഹിസ്റ്ററി വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു അത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ 17th ഫെബ്രുവരി വരെയും, അതല്ല നമ്മുടെ ബഡ്ജറ്റ് ദിവസം മാർക്കറ്റിന് നല്ലൊരു ബൂസ്റ്റിംഗ് ഗവൺമെൻറ് തരുവാണെങ്കിൽ ഇവിടം വരെയും മാർക്കറ്റ് ഒന്ന് സൈഡ് വേസോ അല്ലെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ഇവിടം വരെയും വരത്തുള്ളൂ. സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് കയറും. പിന്നെ മേജർ സപ്പോർട്ട് ലെവലാണ് 200 day മൂവിങ് ആവറേജ്. ഓക്കെ, ഇതൊരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, ഈ 200 day മൂവിങ് ആവറേജിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ ചില സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത പോലെ മാർക്കറ്റ് ക്രാഷ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അതങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഇതാണ്. അപ്പം 200 day ഇന്ന് റെസ്പെക്റ്റ് ചെയ്തു. ഇവിടുന്ന് ലാസ്റ്റ് 15 minutes മാർക്കറ്റ് ഒന്ന് മേളിലോട്ട് കയറാൻ നോക്കി. ഗ്രീൻ ക്യാൻഡിലാണ് കണ്ടേക്കുന്നത്. നമ്മൾ 15 minutes വെച്ച് നോക്കിയപ്പം ലാസ്റ്റ് 15 minutes ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ മാർക്കറ്റ് 200 day മൂവിങ് ആവറേജിനെ റെസ്പെക്റ്റ് ചെയ്ത് മേളിലോട്ട് കയറാൻ നോക്കി. നമുക്ക് നാളെ നോക്കാം ഇതിനെ നാളെ ബ്രേക്ക് ചെയ്യുമോ അല്ല അത് മേളിലോട്ട് കയറുമോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ് 200 day മൂവിങ് ആവറേജ്. ഓക്കെ, അപ്പോൾ ആ 200 day മൂവിങ് ആവറേജിന് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്തെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടെന്ന് നോക്കുമ്പം അതുകൊണ്ട് ഇവിടെ ഇതാന്ന് തോന്നുന്നു. 21 ഓഗസ്റ്റിൽ ഇവിടെ ഒരു നിഫ്റ്റി ഒരു റെസിസ്റ്റൻറ്റ് രൂപപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പം ഈ റെസിസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ടും വരാം. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു മാർക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഓക്കെ, ഈ ഒരു മാർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുന്ന് നിഫ്റ്റി ഇന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 25,000. അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ് 25,000. ഓക്കെ, 25,000 നിഫ്റ്റിയുടെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ്. അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇത് നിഫ്റ്റിയുടെ 25,000 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇവിടെ നിഫ്റ്റി സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ 200 day മൂവിങ് ആവറേജിനെ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 25,000 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സെക്കൻഡ്
ഫെബ്രുവരി അല്ലെങ്കിൽ 1 ഫെബ്രുവരി വരെയും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. നിഫ്റ്റി മിക്കവാറും സൈഡ് വേസേ പോകത്തുള്ളൂ. മേളിലോട്ട് പോകാനായിട്ട് ഒരു റീസണും കാണുന്നില്ല. ട്രംപ് മിണ്ടാതിരുന്നാലേ നിഫ്റ്റി മേളിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ബഡ്ജറ്റിൽ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കണം. അപ്പം അതുവരെയും നിഫ്റ്റി സൈഡ് വേസ് ആയിരിക്കും പോകുന്നത്. ഒന്ന് 200-day മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 25,000. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. ടേക്ക് കെയർ.